അർജുനൻ മാഷാണെങ്കിലും വലിയൊരു തെറ്റിദ്ധാരണ പൊതുവെ സംഗീത രംഗത്തുള്ളവർ പറഞ്ഞ് പരത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളുടെ അതേ ശൈലിയിൽ തന്നെയാണ് അർജുനൻ മാസ്റ്റർ പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളതെന്ന് കുറേ ആളുകളെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാസ്റ്ററുടെ സ്വാധീനം നല്ലവണ്ണം ഉള്ളതായിട്ട് തോന്നിയ വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ. പാട്ടുകളേ ഉള്ളൂ. അതെ. ബാക്കിയുള്ള പാട്ടുകളിലൊക്കെ അർജുനൻ മാസ്റ്റർ പാട്ട് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം. അദ്ദേഹത്തിന്റെ ഗുരുനാഥനോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അത് മനസ്സിൽ വെച്ച് തന്നെ ആയിരിക്കാം. പക്ഷേ കൃത്യമായ ഒരു ശൈലി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇതേപോലെ ആ തലമുറയിൽ ചെയ്തു വെച്ച അവരുടെ ഒരു ഗരിമോട്ടും ചോരാതെ എന്നാൽ വേറൊരു ഫീലും തീർച്ചയായിട്ടും അല്ലേ, കൃത്യമായ ഐഡന്റിറ്റി ഉള്ള പാട്ടുകളാണ്. എനിക്ക് ഈ തളിർ വലയോ എന്ന് പറയുന്ന ഏകദേശം ഒരു മധ്യമാവധി പരിപാടിയാണ് അല്ലേ. പക്ഷെ അത് രാഗമൊക്കെ നമ്മൾ മറന്നു. ഏത് രാഗമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കും. അതൊരു ഹാർമോണിയൊക്കെ എടുത്തു വെച്ച് പാടാൻ നോക്കിയാലേ ഇതുവഴിയൊക്കെയാണല്ലേ എന്ന് തോന്നുന്നു. മാത്രമല്ല വയലാർ സാറിന്റെ ലിറിക്സ് അർജുനൻ മാസ്റ്റർ ചെയ്തപ്പോഴൊക്കെയും ഗുരുവിന്റെ പാദം കൂടുതൽ തമ്പി സാറാണ് എഴുതിയത്. പക്ഷെ ഇത് വയലാർ അല്ലേ. പക്ഷെ അത് അർജുനൻ മാസ്റ്റർ സംഗീതം വന്നപ്പോഴത്തേക്ക് അതിന് വേറൊരു കളറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചീനവല എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രണയഗാനം എഴുതണമെന്ന് പറയുമ്പോൾ ചീനവല എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ ഒരു പല്ലവി എഴുതാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വൈഭവം വയലാർ സാർ എഴുതി. ഇപ്പം തളിർ വലയോ താമര വലയോ താലിപ്പൊൻ വലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർ വലയോ താമര വലയോ താലിപ്പൊൻ വലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ. അതുപോലെ ഞാനെപ്പോഴും ആലോചിക്കും, ഈ കവികളെപ്പോഴും അവര് ജീവിച്ച് വളർന്ന സാഹചര്യത്തെ അവർ കണ്ട കാര്യങ്ങളെയൊക്കെ ഓരോ ബിംബങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് പാട്ടുകളിൽ കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചേർത്തല എൻ്റെ അമ്മയുടെ വീടെന്ന് പറഞ്ഞ് വയലാർ തൊട്ടടുത്താണ്. വയലാർ ഒരു ഏകദേശം 1-2 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ വയലാർ അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ഓർമ്മിക്കും. ഇദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്നൊക്കെ എഴുതിയത് ചിലപ്പോൾ ഇവിടുത്തെ ഗ്രാമം കണ്ടിട്ടായിരിക്കും ഓർത്ത പോലെ. തളിർവലയോ കേട്ടപ്പോൾ തോന്നി ഇങ്ങനെ നമ്മൾ ആ ചേർത്തലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ അരുക്കുറ്റി ആ ഭാഗത്തൊക്കെ വരുമ്പോഴാണ് കൂടുതലും വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ചീനവലകൾ കാണുന്നത്. അപ്പം വേമ്പനാട്ട് കായൽക്കരയിൽ വെയിൽപ്പിറാവ് ചിറകുണക്കും ചീനവലക്കരികിൽ അരികിൽ നിന്ന് എഴുതിയിട്ട് ആടിവാ അണിഞ്ഞുവാ നാളെ ആര്യങ്കാവിൽ നമ്മുടെ താലി കെട്ടെന്ന് എഴുതും. അതുപോലെ തന്നെ നമ്മൾ ആ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ പാതിരാമണൽ ദ്വീപ് കാണാം. അപ്പോൾ പറയുന്നത് നാളെ പാതിരാമണലിൽ നമ്മുടെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഞാനതൊരു യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പാട്ടായത്. അപ്പോൾ അതെല്ലാം അർജുനൻ മാസ്റ്റർ സംഗീതവും ഈ വരികളും കൂടെ വന്ന് പിന്നെ സാറ് യേശുദാസ് സാറിന്റെ ശബ്ദം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ പാട്ട് ഒരു പഴയ പാട്ടെന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കൂടുതലായിട്ട് അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, കേട്ടാലും പുതിയത് പുതുമയുണ്ട്, അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിന്മണിയറയിലെ മോഹനമാണെന്ന് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആലോചിച്ചിട്ടില്ല. അത് ഒരു ഇതേപോലെ ജയേട്ടന്റെ ജയേട്ടനത് പിന്നീട് ഞാൻ കൂടുതൽ അതിനെ പ്രേമിക്കാൻ തോന്നിയത് അദ്ദേഹം ലൈവ് കുറച്ച് പ്രായം ചെന്നിട്ട് പാടുമ്പോ ചില വാക്കുകളെ നിന്മണിയറയിലെ അത് നിർമ്മലത എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു നൈർമല്യം ഉണ്ടോന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം പാടുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഈ രാഗത്തെയൊക്കെ ബീറ്റ് ചെയ്യുന്ന പാട്ട്. അതുപോലെ ഇപ്പം വാൽക്കണ്ണ് എഴുതി വനവൃക്ഷം ചൂടി എന്ന് പറഞ്ഞ പാട്ട് കേട്ടാൽ ഒരിക്കലും അതിനകത്തൊരു രാഗം അന്വേഷിച്ച് ഒരാൾ പോവില്ല, പോകാൻ പറ്റില്ല. ആ പ്രയോഗങ്ങളും ട്യൂൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഇപ്പം മധ്യമാവധി നേരത്തെ പറഞ്ഞ കസ്തൂരി മണക്കുന്നല്ലോ വേറൊരു മധ്യമാവധിയാണ്. അതിലും മധ്യമാവധി തപ്പിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കമൽ സാറിന്റെ ആദ്യത്തെ പടം മിഴിനീർ പൂകൾ, അതില് അർജുനൻ മാഷാണ് മ്യൂസിക്. കാരണം ശരിക്കും പറഞ്ഞാൽ അർജുനൻ മാഷ് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിന്റെ അവസാന ഘട്ടങ്ങൾ ഒരു സജീവമായിട്ട് നിന്നതിന്റെ. പിന്നെ ഈ പറഞ്ഞ പാട്ടുണ്ടല്ലോ ചന്ദ്രകിരണത്തിൻ, അത് അല്ല, ആ പാട്ടിന്റെ കോമ്പോസിഷൻ നോക്കി അറിയാൻ പറ്റും. ഈ രേവതി പലപ്പോഴും നമ്മൾ ഈ ഭക്തി ഗാനങ്ങളിലൊക്കെ മാത്രം കേട്ടിട്ടുള്ള രാഗമാണ്. പക്ഷെ ഈ കോമ്പോസിഷനിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഒരു ഏതോ ഒരു ലോൺലിനെസ്സും ഒരു മിസ്റ്ററിയും എന്നാൽ പ്രണയവും നിഗൂഢമായ എന്തോ പ്രണയം അതില് ഉണ്ടാ പാട്ടില്. ശരി, താരത്തളിനുള്ളി ഓളത്തിൽ എന്ന് പറഞ്ഞ അത് വരുമ്പോ പലരും വിചാരിക്കും ഇത്
രവീന്ദ്ര മാഷ് അതെ പ്രയോഗിച്ചു വന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു സ്വരങ്ങളുടെ ഒരു പ്ലേസ്മെന്റ്. അതുകൊണ്ട് പലരും എന്നോട് ചോദിച്ചു ഇത് രവീന്ദ്ര മാഷ പാട്ടല്ലേ, പക്ഷെ അത് കളിച്ചും ആ മൗനം, അതെ അതെ, ചിരിച്ചും കളിച്ചും ചിറകടിച്ചു ചിരിച്ചും ചിലച്ചും ചിലച്ചും. അപ്പൊ അത്തരം സൈലൻസുകൾ ആ പാട്ടില് ശരിക്കും നീല നികുഞ്ചത്തിൽ ആ മിഥുനങ്ങളെ അനുകരിക്കാം, ആ നിമിഷങ്ങളെ ആസ്വദിക്കാം. ഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ്. ആർക്കയുടെ വരികളാണെങ്കിലും ബാബുക്കയുടെ പാട്ടുകൾ നമ്മൾ ശരിക്ക് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒന്നും പറയാനില്ല. കാരണം പലപ്പോഴും ഇത് വല്ലാത്തൊരു അനുഭൂതി എന്ന് പറയുന്നത് അത് അനുഭവിക്കാനുള്ളതാണ്, പറയാനുള്ളതോ കേൾക്കാനുള്ളതോ അല്ല, അല്ലേ? കേൾവിക്ക് അപ്പുറത്തേക്കുള്ള ആനന്ദമാണ്. അതെ അതെ. അപ്പോഴും ഈ തെയ്തു തെയ്യത്തു ആ പാട്ടിൽ അഞ്ജന കണ്ണെഴുതി, അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇദ്ദേഹത്തിന്റെ മുദ്ര അല്ലാത്ത ശൈലിയിൽ നിന്ന് മാറിയുള്ള എനിക്ക് രാഘവൻ മാഷാണോ ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നി. അത് ശരിയാ, കറക്റ്റ്. തുമ്പപ്പൂ ചോറ് വിരിച്ചു അല്ലേ, അതെ, വിളമ്പി എല്ലാം ഒരുക്കി വെച്ചു. അത് ശരിക്കും ബാബുരാജ് സാറിന്റെ ശൈലിയിൽ നിന്ന് മാറി ചെയ്ത ഒരു പാട്ടാണ് ശരിക്കും. സൂര്യകാന്തി ഒക്കെ എന്തൊരു പാട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് പറഞ്ഞു, സൂര്യകാന്തിയെ കുറിച്ച്. അതിന്റെ നീലഗഗന വനവീഥിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ എന്നുള്ളത്. അതെ അതെ, അത് വയലാർ അത് ഭാസ്കരൻ മാഷ് യൂഷ്വലി എഴുതുന്ന കവിയാണ് അദ്ദേഹത്തിന്, പക്ഷെ വയലാറാണ് ആ പാട്ട് സൂര്യകാന്തി. ചില പാട്ടുകൾ ഇപ്പൊ സലിൽദയുടെ പാട്ട് എടുത്താൽ ശ്യാമമേഘമേ നീയൻ പ്രേമദൂതുമായി, അങ്ങനെ ഒരു പാട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും മലയാളത്തിൽ. എങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആലാപനം കൊണ്ടും അതെ, അതിന്റെ അനുപല്ലവിയൊക്കെ എങ്ങനെയാണ് അത് അങ്ങനെ ഒരു ചിന്ത എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല ഈ സലിൽദയുടെ ഈണങ്ങൾക്ക് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിന് എന്തായാലും നമ്മുടെ കർണാട്ടിക് സംഗീതത്തോടല്ല അടുപ്പം. കൂടുതലായിട്ട് എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രവീന്ദ്ര സംഗീതം അല്ലെ കുറച്ച് ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈണങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 50-60 വർഷം മുമ്പ് ഇവിടെ പോപ്പുലർ ആയിരുന്നു. എല്ലാവരും പാടി നടന്നു, പോപ്പുലാരിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പാട്ടുകളൊക്കെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പാടി നോക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആ പാട്ടുകളൊക്കെ ഇവിടെ എല്ലാവരും പാടിയിട്ടുണ്ട്, അത്രത്തോളം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആ പാട്ടുകൾക്ക് പലതും അതിനെല്ലാം ബംഗാളി വേർഷൻ. ഇത് സംഗീതത്തിന് അങ്ങനെ നോക്കുമ്പോഴേ ഈ ഞരമ്പുകൾ മണ്ണിന്റെ അടിയിൽ കൂടെ വേരുകൾ തമ്മിൽ അടിയിൽ പുണരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളറിയുന്നില്ലേ ഈ പുണരല്, നമ്മൾ അറിയുന്നില്ല. മരങ്ങൾ രണ്ടെണ്ണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വേറിട്ട് നിൽക്കുമ്പോഴും അവയുടെ അത് ഏത് കവിതയാണെന്നും പേരും അല്ല, അത് എന്റെ എനിക്ക് എഴുതുന്ന ഒരു പാട്ടിലാണത്. അത് ഇലകളിൽ ചിരികളായി നമ്മൾ വായിച്ചത് പിണയുന്ന വേരിന്റെ വരികളല്ലേ ഒരു പാട്ടിൽ എഴുതുന്നതാണ്. അപ്പൊ അത്തരം വരികള് ഈ കിട്ടുന്നതിന്റെ ഒരു അഭിമാനം, അഹങ്കാരം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് ഈ ജിയോഗ്രഫിക്കലായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പേ എപ്പോഴും എവിടെയോ ഈ പറഞ്ഞ കണക്ഷൻസ് ഒരുപക്ഷെ കടൽ വഴിയാകാം, മണ്ണിന്റെ അടിയിൽ പരക്കുന്ന അല്ലെ പ്ലേറ്റുകളോ ഫലകങ്ങൾ തെന്നി നീങ്ങുന്നതിന്റെ ഇത്തരം ബന്ധങ്ങളെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ പോയി വരുമ്പം എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും അല്ലേ. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ അല്ല ആ നോട്ടെ, മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ, മാനത്ത് പൊൻവല വീശണ തോണിക്കാരാ. അതിന്റെ നോട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്. പക്ഷെ അതെ, ആ ഒരു അതിനകത്തുള്ള ക്ലിഷ്ടമായിട്ടുള്ള ഒരു സ്വരങ്ങളുടെ വിന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പാടുന്നതിനോ കേൾക്കുന്നതിനോ തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അതിനാണ് ആ ഒരു ബ്രില്യൻസ് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിൽ എപ്പോഴും ഉണ്ട്, അല്ലേ? സൽ ചൗധരി സാറിന്റെ പാട്ടുകൾ പലപ്പോഴും
ഇപ്പൊ സാഗരമേ ശാന്തമാകുന്ന പറയുന്നത് ഒരു ഗസലിനേക്കാളും ബുദ്ധിമുട്ടാണ് ആ പാട്ട് പഠിക്കുക പാടുക അതെ എന്നുള്ളത്. അതെ അതെ. അയ്യോ, അതുപോലെ പതരേണു തേടി പതറീണു തേടിയണഞ്ഞു ദേവ പതറീണു തേടിയണഞ്ഞു മുരളി വിലോല ദയാലോ മുരളി വിലോലതയാലോ വിലോലത കൊണ്ടാണോ കൊണ്ടാണോ എന്ന് ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. മുരളി വിലോലത എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് അർത്ഥമില്ലല്ലോ. ആലോചിക്കും. മുരളി വിലോല ദയാലോ. ദയാലോ സൽദയുടെ പാട്ടുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൽദയുടെ പാട്ടാണെന്ന് അറിയാതെ മനസ്സിൽ കയറിയ ഒരു പാട്ടാണ്. ഒരു നാൾ വിശന്നേറി തളർന്നിതു വാനമ്പാടി കണ്ടൊരു മിന്നിയെ. അത് പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കുട്ടിക്കാലത്ത്. കറക്റ്റ്. പക്ഷെ എന്നാൽ ഇവിടെയുള്ള മറ്റു മ്യൂസിക് കമ്പോസേഴ്സിന്റെ ആണോന്ന് ചോദിച്ചാൽ അതും ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പാട്ടാണ്. ആളെ കിട്ടാതെ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് എനിക്ക് റേഡിയോ കാലഘട്ടത്തിൽ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ശരിക്കും. ഈ മിന്നാമിന്നി എന്ത് ചെയ്തു ഞാൻ അമ്മോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ അടുത്തത് മിന്നാമിന്നി കരഞ്ഞു പോയി. ഇത് കഥ കേൾക്കൂ കൺമണി എന്നാണല്ലോ പറയുന്നത്. ഈ കേൾക്കാൻ പറയൂ കേൾക്കാന്ന് പറയുന്നത്. അപ്പൊ ഒരു വാനമ്പാടി മിന്നാമിന്നിയെ തിന്നാൻ പോകുന്നു. അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. കഥപ്പാട്ടുകളുടെ വലിയൊരു ലോകമുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോൾ നമുക്കിതൊരു സങ്കടമാണോ ഭീതിയാണോ ഇവിടെ നമ്മൾ നിൽക്കണം. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു പണ്ട്. വല്ലാത്തൊരു പ്രശ്നം. എനിക്ക് അതുപോലെ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോൾ പേടിയും സങ്കടമുള്ള ഒരു പാട്ടായിരുന്നു മണവാളൻ പാറ. ഇത് മണവാട്ടിപ്പാറ. അതിനകത്ത് എന്തൊക്കെയോ ഭീകരതയൊക്കെ അവസാനം കൊണ്ടുവന്ന് കായലിൽ താഴ്ത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വലിയ കമ്പോസറുടെ പാട്ടാണ്. പക്ഷെ അദ്ദേഹമാണെന്ന് അറിയാതെ KV മഹാദേവൻ സാറിന്റെ പാട്ടാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ കൂട്ടത്തിൽ ആരും അതിനെ പരാമർശിച്ച് കണ്ടിട്ടില്ല, പൊതുവെ കേൾക്കാറില്ല. ചിത്തിരത്തോണിയിലൊക്കെ പുള്ളിയുടെ ആണല്ലോ. കായലൊന്ന് ചിരിച്ചാൽ കരയാകെ നീർമുന്നത്. ഇതെല്ലാം കായലും കയറും അതിലെ മറ്റേ ശരണാന്തൽ തിരുനാണോ എല്ലാവർക്കും കുറച്ചുകൂടി അറിയാം. ചിത്രത്തോണിയിൽ ഈ പറഞ്ഞ പോലെ ഒരു അതിന്റെ സിംഗിങ്ങും ഒരു ചിറയിൻ കീഴിലെ പെണ്ണെ അല്ല, അതുപോലെ വേറെ ചില ഈ മുൻധാരണകൾ പറയില്ല. ഇപ്പൊ ഈ പാട്ടിന്റെ വിഷ്വൽ കാണുന്നതിന് മുമ്പ് നസീർ സാറിന്റെ വീട് ചിറയിൻ കീഴാണെന്ന് അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പ്രേം നസീർ സാർ ആയിരിക്കും അഭിനയിച്ചിട്ടുള്ളത്. ചിറയിൻ കീഴിലെ പെണ്ണെന്ന് അദ്ദേഹം കൊണ്ട് പിന്നീടാണ് വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് മോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അഭിനയിച്ചത്. ഇത് നമ്മൾ പുറകോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഈ കൗതുകങ്ങൾ എന്ന് പറയുന്നത് ഓരോ പാട്ടിന്റെയും അതിന്റെ പിന്നാമ്പുറ കഥകൾ അല്ലെങ്കിൽ സിനിമയായിട്ട് എങ്ങനെ കണക്ട് ചെയ്തു എന്നും പലപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് ഈ സിനിമയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും അറിയാതെ തന്നെയാണ് അത് ഇത്രത്തോളം ആസ്വാദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൂടെ അറിയുമ്പം കൂടുതൽ അത് കൗതുകമായി മാറുന്നതാണ്.